ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓണത്തിൻ്റെ റെസിപ്പികളാണല്ലോ ഷെയർ ചെയ്യുന്നത്. നിങ്ങളത് ഓരോ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുമുണ്ട്. അപ്പം എൻ്റെ അടുത്ത റെസിപ്പിയായിട്ട് നല്ല ഒന്നാന്തരം ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. വെറുതെ പറയല്ല, ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയാൽ നല്ല ഒന്നാന്തരം ഒരു ബീട്രൂട്ട് പച്ചടി നിങ്ങൾക്കും തയ്യാറാക്കാൻ പറ്റും. ഇപ്പം ഞാൻ നല്ല വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് ചെത്തി ഒരു ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കടുക് ചതച്ചതും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 വലിയ പച്ചമുളകും ഒരു 3-4 കറിവേപ്പിലയിലയും കൂടെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളൊരു ടീസ്പൂൺ മുഴുവനേ ഉള്ള കടുക് ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കടുക് തീർന്നു പോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കടുക് ചതച്ചതെടുത്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 1/3 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ബീട്രൂട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് സാധാരണ കുക്ക് ചെയ്യുന്നത് പോലെ കുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബീട്രൂട്ടും ഇട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാനേ. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. അടിയിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. ആ വെള്ളം കളയരുതേ, നമുക്ക് പിന്നെ ആവശ്യം വരും. ഇപ്പോൾ ഈ ബീട്രൂട്ട് എല്ലാം തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും മിക്സിയുടെ ജാറിലോട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ ചെറിയ തരിയായിട്ട് ഒന്ന് അടിച്ചെടുക്കണേ. അങ്ങ് വല്ലാതെ അങ്ങ് പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വാദ് നഷ്ടപ്പെടും കേട്ടോ. സ്വാദ് മാത്രമല്ല, അപ്പിയറൻസും അങ്ങ് മാറിപ്പോകുമേ. നമ്മളെ രുചി വളരെ പ്രധാനമാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പിയറൻസ്. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ അടിച്ചു വെച്ച ആ ഒരു ബീട്രൂട്ട് ആ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യണം. നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവ നന്നായിട്ടൊന്ന് മാറത്തക്ക രീതിയിൽ. ബീട്രൂട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളം കളയല്ലേന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ തേങ്ങ അരച്ച ആ ഒരു മിക്സി ജാറുണ്ടല്ലോ, അതിനകത്ത് ബാക്കി കട്ടിയായിട്ടിരിക്കുന്ന ആ അരപ്പ് അതും കൂടെ എടുക്കാനായിട്ട് ഞാൻ ഈ വെള്ളം ഒഴിച്ചാണ് എടുത്തത് കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ഏതൊരു വിഭവമായാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ഓരോ നാട്ടിലും തയ്യാറാക്കുന്നതല്ലേ. ചിലപ്പം വടക്കോട്ട് ഉള്ള ആ ഒരു രീതിക്കായിരിക്കുകയില്ല, ഇനി തെക്കോട്ടോ കിഴക്കോട്ടോ ഒക്കെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. ഇനിയാണെന്നുണ്ടെങ്കിലും ഓണത്തിന് വേറെ പുതിയ റെസിപ്പീസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് കുറച്ചൊരു വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് 1 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് നല്ല കട്ട തൈരാണ്. അത് അങ്ങ് മോരാക്കി വെള്ളമായിട്ട് അങ്ങ് പോകരുത്, പക്ഷേ നന്നായിട്ട് അതിൻ്റെ കട്ട ഉടയുകയും വേണം. മിക്സിയിൽ ഒരടി അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഫോർക്കോ വിസ്കോ വല്ലതും ഇട്ട് നന്നായിട്ടൊന്ന് കട്ട ഒടിച്ചെടുത്തിട്ട് ഇതിലോട്ട് അങ്ങ് ചേർത്താൽ മതി കേട്ടോ. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മുടെ തൈര് ചേർക്കാനായിട്ട്. തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിളയ്ക്കരുതേ. ഫ്ലെയിമിൽ ഒന്നുകൂടെ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സ്പാച്ചുലയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ സ്പാച്ചുലയിൽ നിന്ന് ആവി പോകുന്ന ആ ഒരു പരുവമാകുമ്പോൾ പെട്ടെന്ന് നിർത്തി കൊടുത്തിട്ട് അപ്പോൾ തന്നെ ആ പാത്രത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്. ഈ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ കടുക് വന്നു കേട്ടോ. ഞാൻ എൻ്റെ കാര്യം ബാക്കി പിന്നെ പറയാമേ. അതിലോട്ട് കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു അരിയൊക്കെ മാറ്റിയിട്ട് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് താളിച്ച് നമ്മളുടെ പച്ചടിയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ നല്ല മണവും നല്ല സ്വാദുമുള്ള നമ്മുടെ ബീട്രൂട്ട് പച്ചടി അങ്ങനെ റെഡി. ഈ കടുകിൻ്റെ കാര്യം എന്നാ പറ്റിയെന്നറിയാമോ? നമുക്ക് സ്ത്രീകൾക്ക് കൂടുതലും പേർക്കും മനസ്സിലാവും. എത്രയൊക്കെ ആലോചിച്ച് കണക്കെഴുതി നമ്മൾ ലിസ്റ്റൊക്കെ എഴുതി പോയാലും എന്തെങ്കിലും ഒരു സാധനം മറക്കും. അതുപോലെയായിരുന്നു ഇന്നെൻ്റെ കടുക്. പിന്നെ ഇൻസ്റ്റമാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കടുകും അതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യമുള്ള വേറെ 1-2 സാധനങ്ങളും കൂടെ പറഞ്ഞ് അത് വരുത്തി കഴിഞ്ഞിട്ടാണ് താളിച്ചത്. അയ്യോ കടുകില്ല, ഒന്ന് മേടിച്ച് തരാമെന്ന് ഭർത്താക്കന്മാരോട് ചോദിച്ചാലുള്ള റിപ്ലൈ എന്തായിരിക്കും എന്നറിയാമല്ലോ. ഓ കടുക് വേണ്ട, വറ്റൽമുളകും കറിവേപ്പിലയിട്ട് അങ്ങ് താളിച്ചാൽ മതി, അതിൻ്റെ ടേസ്റ്റ് മതി എന്ന് പറയും. അതായിരിക്കും മിക്കിടത്തെയും കഥ അല്ലേ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കുകയും വേണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്